രണ്ടാഴ്ചത്തെ ഞങ്ങളുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിൽ നിന്ന് തിരിച്ച് ചെന്നൈയിലേക്ക് പോകുന്ന ഒരു ട്രാവൽ വീഡിയോ ആണിത്. 13 മണിക്കൂർ കൊണ്ട് എത്തേണ്ട യാത്ര 17 മണിക്കൂർ കൊണ്ട് എത്തിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങൾ രാവിലെ 4:45 യാത്ര തിരിച്ചത്. ഇനി 3-4 മാസമൊക്കെ കഴിഞ്ഞേ നാട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ എന്നുള്ള നല്ല വിഷമമുണ്ട്. സാരമില്ല, ദിവസങ്ങൾ പെട്ടെന്ന് പോട്ടല്ലേ. നല്ലൊരു വെക്കേഷൻ ആയിരുന്നു. പിന്നെ ഇത്തവണത്തെ ക്രിസ്മസ് ഞങ്ങൾക്ക് സ്പെഷ്യൽ ആയിരുന്നു. മോൻ ജനിച്ചിട്ടുള്ള ആദ്യത്തെ ക്രിസ്മസ്. നാട്ടിലേക്ക് വന്നപ്പോൾ മോൻ ആദ്യം ചെറിയ പിണക്കമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരുമായിട്ട് കൂട്ടായി കളിയും ചിരിയൊക്കെ ആയിരുന്നു. അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷം. തിരിച്ചു പോകുന്നപ്പോൾ വീട്ടിലെല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ടല്ലേ കാണാൻ പറ്റൂ. രാവിലെ ആയതുകൊണ്ട് റോഡിൽ വലിയ തിരക്കൊന്നുമില്ല. ഞങ്ങൾ തൃശ്ശൂർ, കോയമ്പത്തൂർ, സേലം റൂട്ട് വഴിയാട്ടോ പോകുന്നത്. ഞാൻ നല്ലൊരു അടിപൊളി ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിരിക്കുന്നതായിട്ടോ ഇത്. മോൻ നല്ല സുഖം ഉറക്കമാണ്. രാവിലെ എഴുന്നേറ്റതല്ലേ, അപ്പം അതിൻ്റെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇപ്പം ചെറിയൊരു ആശ്വാസമുണ്ട് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ. ഒരു 7 മണിയായപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്കൊരു റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിർത്തി. മോൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിരിക്കുകയാണ്. അവനുള്ള ഫുഡ് ഞങ്ങൾ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വീണ്ടും യാത്ര തുടങ്ങി. ഒരു ഹൗസ് ബോട്ടല്ലേ ഇതാ പോകുന്നത്. അടിപൊളി. അടുത്തുള്ള ഏതെങ്കിലും ലേക്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നതാവും. ആ കാണുന്നത് ചേട്ടൻ പഠിച്ച എഞ്ചിനീയറിംഗ് കോളേജ് ആട്ടോ, എക്സൽ. അത് ഈറോഡ് കൊമരപ്പാളയം എന്ന സ്ഥലത്താണ് ഉള്ളത്. ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് കൂട്ടാഞ്ചോറ് എന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ നിർത്തിയത്.
നല്ലൊരു അടിപൊളി ആംബിയൻസ് ഒക്കെ ഉള്ളൊരു സ്ഥലം. ഫുൾ ഹട്ട് സെറ്റപ്പ് ഒക്കെയാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല പ്രൈവസി ഉള്ള സ്ഥലം. ഫുഡും നല്ലതായിരുന്നു. നല്ല ഒരു തമിഴ്നാട് നാടൻ ശൈലിയിലുള്ള ഒരു ലഞ്ചായിരുന്നു. ഈ ഹൈവേയിൽ കൂടെ പോകുമ്പോൾ റോഡിന്റെ നടുവിലൂടെ പൂച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. ഇവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്ര ഭംഗിയായിട്ട് എപ്പോഴും ഇത് നിലനിൽക്കുന്നത് തന്നെ. പോകുന്ന വഴിക്ക് നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ ഞങ്ങളൊന്ന് റിലാക്സ് ചെയ്തിട്ടൊക്കെ പോകാമെന്ന് കരുതി അവിടെ നിർത്തി കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ യാത്ര തുടങ്ങിയത്. ഉളുന്തൂർപേട്ട കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ചെറിയ ട്രാഫിക് ഒക്കെ കിട്ടി തുടങ്ങി. എന്നാലും വലിയ കുഴപ്പമില്ല, റണ്ണിങ് ട്രാഫിക്കാണ്. ഈ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും നാട്ടിൽ നിന്നൊക്കെ തിരിച്ചു വരുന്ന സമയമൊക്കെ അല്ലേ, അപ്പം അതിൻ്റെ തിരക്കായിരിക്കും. കുറച്ചുകൂടി കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ല. സാധാരണ എപ്പോഴും ചെന്നൈ എത്താറാവുമ്പോഴത്തേക്ക് ഭയങ്കര ട്രാഫിക് ആയിരിക്കും. ഇത്തവണയും ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. വിചാരിച്ചതുപോലെ ഞങ്ങൾക്ക് നല്ലൊരു അടിപൊളി ട്രാഫിക് കിട്ടിയിട്ടുണ്ട്. കുറേ നേരമായിട്ടോ ഇവിടെ പെട്ട് കിടക്കാൻ തുടങ്ങിയിട്ട്. 50 കിലോമീറ്റർ പോകാൻ വേണ്ടിയിട്ട് 2 മണിക്കൂറാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. അങ്ങനെ നീണ്ട ട്രാഫിക്കിൽ നിന്ന് ഞങ്ങൾ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. 13 മണിക്കൂർ കൊണ്ട് എത്തേണ്ട യാത്ര അങ്ങനെ 17 മണിക്കൂർ എടുത്തിട്ട് ഞങ്ങളിതാ വീടെത്തി. ഞങ്ങളുടെ ഈ ട്രാവൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.